നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾ. ഈ മണിപ്പൂരിലെ കലാപങ്ങളിലും അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരുടെയും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് നാളെ KPCCയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. KPCC പ്രസിഡന്റ് കെ സുധാകരനാണ് ഇത്തരമൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. BJP ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പിന്തുണയോടെയാണ് മണിപ്പൂരിൽ അക്രമങ്ങൾ അരങ്ങേറുന്നത് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. നിലവിൽ 54 പേരാണ് ഈ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 10,000-ഓളം പേരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 50ഓളം ക്രൈസ്തവ ദേവാലയങ്ങളും ഈ സംഭവത്തിൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മണിപ്പൂരിൽ നിന്നും ഇന്ത്യൻ പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളെയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നോർക്കയും ഒക്കെ നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിന്റെ നേതൃത്വത്തിൽ ആ ഒരു ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും മണിപ്പൂരിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണിപ്പൂരിലെ ഈ ഒരു അക്രമ സംഭവത്തിൽ BJP നടത്തുന്ന ഈ ഒരു അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ KPCC ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പന്തം കൊളുത്തി പ്രകടനത്തിലേക്കൊക്കെ തന്നെ നീങ്ങുകയാണ്. BJPക്കെതിരെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ ചില പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം കർണാടക തെരഞ്ഞെടുപ്പ് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഉണ്ടായിരുന്നു 17 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വഴിയാണ് മോഡിയുടെ ആ ഒരു റോഡ് ഷോ നടന്നത്. ഈ കർണാടക തെരഞ്ഞെടുപ്പ് ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. കർണാടക സർക്കാരിലെ അഴിമതി നിരക്ക് ചൂണ്ടിക്കാണിച്ചു നൽകിയ പത്രപരസ്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് എന്നുള്ളതാണ്. BJP നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഈ ഒരു നോട്ടീസ്. എന്തായാലും നാളെ വൈകിട്ട് 7 മണിക്ക് മുൻപ് തന്നെ ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 40% കമ്മീഷൻ വാങ്ങുന്ന സർക്കാരാണ് കർണാടകത്തിൽ എന്ന് ആരോപിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു പരസ്യം. മുഖ്യമന്ത്രി മുതൽ കോൺസ്റ്റബിൾ വരെ കമ്മീഷൻ വാങ്ങിയെന്നും പരസ്യത്തിൽ പറയുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തൽ. ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ നാളെ ഹാജരാക്കണമെന്നും നോട്ടീസിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കർണാടകത്തിൽ നിന്നും വരുന്ന വാർത്തകൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപക്ഷെ മാസങ്ങളായി തന്നെ ദേശീയ തലസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഈ ഗുസ്തി താരങ്ങളുടെ സമരവും അതുപോലെ തന്നെ ബ്രിജ്ഭൂഷണെതിരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ഈ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ രാജ്യവ്യാപകമായി മറ്റ് കായിക താരങ്ങൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. മുഴുവൻ ജനങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമാകണം എന്നാണ് കായിക താരങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതേസമയം അതിനിടെ ഛത്തീസ്ഗഡിൽ INTUCയുടെയും കിസാൻ യൂണിയന്റെയും നേതൃത്വത്തിലൊക്കെ തന്നെ ഗുസ്തി താരങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെഴുകുതിരി മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഡൽഹി പോലീസ് ഗുസ്തി താരങ്ങളെ പീഡിപ്പിക്കുകയാണ് എന്നും ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർ BJPയെ പിന്തുണയ്ക്കുകയുമാണ് എന്നും മാർച്ചിൽ പങ്കെടുത്ത ചണ്ഡീഗഡ് കോൺഗ്രസ് പ്രസിഡന്റ് HS ലക്കി ആരോപിച്ചിരുന്നു. ബ്രിജ്ഭൂഷണെതിരായ വനിതാ താരങ്ങളുടെ ആരോപണങ്ങൾ നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയിലായിരുന്നു ഈ ഒരു ആരോപണത്തിന് ആധാരമായിട്ടുള്ള ആ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉൾപ്പെടെ ഈ ബ്രിജ്ഭൂഷൺ ലൈംഗികപരമായി അതിക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഗുസ്തി താരങ്ങൾ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ ബ്രിജ്ഭൂഷണെതിരെ പോക്സോ നടപടി പ്രകാരം കേസെടുത്തുവെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ മേരി കോം അധ്യക്ഷയായിട്ടുള്ള സമിതിയെ രൂപീകരിച്ചുകൊണ്ടുള്ള ചില
നടപടികളും ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ നടപടികളൊന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കായിക താരങ്ങളും ഗുസ്തി താരങ്ങളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നാളെ ഈ ഒരു കാര്യത്തിൽ വീണ്ടും സമരം കടുപ്പിക്കുകയാണ് മറ്റ് കായിക താരങ്ങൾ. ഗുസ്തി താരങ്ങൾക്ക് വീണ്ടും പിന്തുണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. കായിക വാർത്തകളിലേക്ക് പോകുമ്പോൾ IPL നാളെ 2 മത്സരങ്ങളാണ് നടക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൗ സൂപ്പർ ജെയിൻസിനെയും രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ടൈറ്റൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലീഡ് ഉയർത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ നാളെ കളത്തിലിറങ്ങുന്നത്. ഒരു പിടി മാച്ച് വിന്നർമാരുള്ളതാണ് ടീമിന്റെ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അതേസമയം അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനാൽ വിജയവഴിയിൽ തിരിച്ചെത്തുക എന്നതാണ് ലക്നൌവിന്റെ ലക്ഷ്യം. ലക്നൌ നിരയിൽ KL രാഹുൽ പരിക്കേറ്റ് പുറത്തായത് ടീമിന് ഒരു തിരിച്ചടിയായി മാറുന്നുണ്ട്. വൈകിട്ട് 3:30 ടൈറ്റൻസ് തട്ടകമായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മത്സരം